ആമയും മുയലും. പണ്ടൊരിടത്ത് ആമയും മുയലും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുയൽ ആമയോട് പറഞ്ഞു, ആമച്ചേട്ടാ ആമച്ചേട്ടാ, മത്സരത്തിൽ പങ്കുചേരുന്നോ? ആമ പറഞ്ഞു, എന്തു മത്സരം? മുയൽ പറഞ്ഞു, ഓട്ട മത്സരം. എന്ത്? ഞാനോ? ഞാനില്ലേ ഇല്ല. മുയലിന്റെ നിർബന്ധത്താൽ ആമ സമ്മതിച്ചു. അങ്ങനെ അവർ മത്സരം നടത്തി. മുയൽ ചാടിച്ചാടിയും ആമ പതുക്കെ പതുക്കെയുമായിരുന്നു പോയിരുന്നത്. അങ്ങനെ മുയൽ ഒരു കാട്ടിന്റെ അരികിലെത്തി. മുയൽ വിചാരിച്ചു, ആമ പതുക്കെയാണ് വരിക, അതുകൊണ്ട് കുറച്ചു നേരം ഉറങ്ങാം. ആമ മുയൽ ഉറങ്ങുന്നത് കണ്ടു. ആമ നടന്നു നടന്ന് മത്സരത്തിൽ വിന്നറായി. അത് കണ്ട മുയൽ നാണിച്ചു പോയി. ഇതിന്റെ ഗുണപാഠം വാശിയാൽ നാശം. ആമയും മുയലും. പണ്ടൊരിടത്ത് ആമയും മുയലും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുയൽ ആമയോട് പറഞ്ഞു, ആമച്ചേട്ടാ ആമച്ചേട്ടാ, മത്സരത്തിൽ പങ്കുചേരുന്നോ? ആമ പറഞ്ഞു, എന്തു മത്സരം? ആമ പറഞ്ഞു, ഓട്ട മത്സരം. മുയൽ പറഞ്ഞു, ഓട്ട മത്സരം. എന്ത്? ഞാനോ? ഞാനില്ലേ ഇല്ല. മുയലിന്റെ നിർബന്ധത്താൽ ആമ സമ്മതിച്ചു. അങ്ങനെ അവൻ മത്സരം നടത്തി. മുയൽ ചാടിച്ചാടിയും ആമ പതുക്കെ പതുക്കെയുമായിരുന്നു പോയിരുന്നത്. അങ്ങനെ മുയൽ കാട്ടിന്റെ അരികിലെത്തി. മുയൽ വിചാരിച്ചു, ആമ പതുക്കെ പതുക്കെയാണ് വരിക, അതുകൊണ്ട് കുറച്ചു നേരം ഉറങ്ങാം. ആമ മുയലുറങ്ങുന്നത് കണ്ടു. ആമ നടന്ന് മത്സരത്തിൽ വിന്നറായി. അത് കണ്ട മുയൽ നാണിച്ചു പോയി. ഇതിന്റെ ആമയും മുയലും. പണ്ടൊരിടത്ത് ആമയും മുയലും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുയൽ ആമയോട് പറഞ്ഞു, ആമച്ചേട്ടാ ആമച്ചേട്ടാ, മത്സരത്തിൽ പങ്കുചേരുന്നോ? ആമ പറഞ്ഞു, എന്തു മത്സരം? മുയൽ പറഞ്ഞു, ഓട്ട മത്സരം. എന്ത്? ഞാനോ? ഞാനില്ലേ ഇല്ല. മുയലിന്റെ നിർബന്ധത്താൽ ആമ സമ്മതിച്ചു. അങ്ങനെ അവർ മത്സരം നടത്തി. മുയൽ ചാടിച്ചാടിയും ആമ പതുക്കെ പതുക്കെയുമായിരുന്നു പോയിരുന്നത്. അങ്ങനെ മുയൽ ഒരു കാട്ടിന്റെ അരികിലെത്തി. മുയൽ വിചാരിച്ചു, ആമ പതുക്കെയാണ് വരിക, അതുകൊണ്ട് കുറച്ചു നേരം ഉറങ്ങാം. ആമ മുയൽ ഉറങ്ങുന്നത് കണ്ടു. ആമ നടന്നു നടന്ന് മത്സരത്തിൽ വിന്നറായി. അത് കണ്ട മുയൽ നാണിച്ചു പോയി. ഇതിന്റെ ഗുണപാഠം വാശിയാൽ നാശം. ആമയും മുയലും. പണ്ടൊരിടത്ത് ആമയും മുയലും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുയൽ ആമയോട് പറഞ്ഞു, ആമച്ചേട്ടാ ആമച്ചേട്ടാ, മത്സരത്തിൽ പങ്കുചേരുന്നോ? ആമ പറഞ്ഞു, എന്തു മത്സരം? ആമ പറഞ്ഞു, ഓട്ട മത്സരം. മുയൽ പറഞ്ഞു, ഓട്ട മത്സരം. എന്ത്? ഞാനോ? ഞാനില്ലേ ഇല്ല. മുയലിന്റെ നിർബന്ധത്താൽ ആമ സമ്മതിച്ചു. അങ്ങനെ അവൻ മത്സരം നടത്തി. മുയൽ ചാടിച്ചാടിയും ആമ പതുക്കെ പതുക്കെയുമായിരുന്നു പോയിരുന്നത്. അങ്ങനെ മുയൽ കാട്ടിന്റെ അരികിലെത്തി. മുയൽ വിചാരിച്ചു, ആമ പതുക്കെ പതുക്കെയാണ് വരിക, അതുകൊണ്ട് കുറച്ചു നേരം ഉറങ്ങാം. ആമ മുയലുറങ്ങുന്നത് കണ്ടു. ആമ നടന്ന് മത്സരത്തിൽ വിന്നറായി. അത് കണ്ട മുയൽ നാണിച്ചു പോയി. ഇതിന്റെ